കൂട്ടുകാരെ, എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ ഞാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല, കർത്താവ് ഞങ്ങളെയും നടത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനുണ്ടല്ലോ എന്നും പറയുന്ന സബ്ജക്റ്റേ അല്ല പറയാൻ പോകുന്നത്, ഇന്നൊരു പുതിയ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ റീസെന്റ് 3 പേരുടെ മാരേജസ് നോട്ട് ചെയ്തു കേട്ടോ, നമ്മുടെ നാട്ടിൽ നടന്നത്. ആരുടെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡോക്ടർ റോബിൻ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ബിഗ് ബോസിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഓഫ് കോഴ്സ് അറിയായിരിക്കും. ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ചിലർക്ക് പുള്ളിയെ ഹെയ്റ്റ് ആണ്, ചിലർക്ക് പുള്ളിയെ ഇഷ്ടമാണ്. എനിക്ക് പുള്ളിയെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. രണ്ടാമത്തെ ആള് ദീപ്തി ടീച്ചർ, നിങ്ങൾക്ക് അറിയാമോ? സീതത്തോട്ടിൽ വീടുള്ള ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിൽ ദീപ്തി ടീച്ചർ. മൂന്നാമത് നമ്മുടെ സ്റ്റാർസിംഗിലുണ്ടായിരുന്ന അഞ്ജു. ഈ 3 പേരുടെ കാര്യം കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ 3 പേരുടെ കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞു കേട്ടോ. അവർ വളരെ ഹാപ്പി ആയിട്ട് അവരുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാണാനായിട്ട്. എൻ്റെ കിട്ടുന്ന സമയമൊക്കെ ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ അന്നേരം മനസ്സിൽ വിചാരിക്കുകയായിരുന്നേ, സമ്മൺസ് ട്രാഷ് ഈസ് സമ്മൺസ് ട്രഷർ അല്ലേ? നമ്മുടെ ഡോക്ടർ റോബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല സുന്ദരമായിട്ട് പുള്ളിക്കാരി തേച്ചിട്ട് പോയി. പുള്ളിയെ യൂസ് ചെയ്ത് മാക്സിമം എത്രയും മേടിക്കാൻ പറ്റുന്ന പുള്ളിയിൽ നിന്ന് അത്രയും സപ്പോർട്ട് എടുത്ത് കപ്പൊക്കെ പൊക്കി പിടിച്ച് പുള്ളിക്കാരി തേച്ച് പോയി. പക്ഷേ ഡോക്ടറിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. ഡോക്ടറിന് അതിനേക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് ആരതിനെ കാണുമ്പോഴാണ് കേട്ടോ ഏറ്റവും സന്തോഷം. നല്ലൊരു ചെറിയൊരു ഡോള് പോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ടാലൻ്റുള്ള നല്ല പൊട്ടൻഷ്യലുള്ള അതിനേക്കാളിലൊക്കെ ഒത്തിരി നല്ല ഒരു കുട്ടിയെ ഡോക്ടർ റോബിന് വൈഫായിട്ട് കിട്ടി. അവർ നല്ല സന്തോഷമായിട്ട് അസർബൈജാനിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഹണിമൂൺസ് ഗോയിങ് ഓൺ. ദീപ്തി ടീച്ചർ എന്താ റീസൺസ് ഒന്നും എനിക്കറിയത്തില്ല. പുള്ളി ഒത്തിരി ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയി, കുറേ ഉപദ്രവങ്ങളൊക്കെ സഹിച്ച് പുള്ളിക്കാരത്തി ഇങ്ങനെ ഭയങ്കര സാഡായിട്ടിരുന്നൊരു സമയമുണ്ട്. അതിനുശേഷം ഇപ്പം ഒരാൾ കല്യാണം കഴിച്ചു, അവരും അവരുടെ ബേബിയുമായിട്ട് സന്തോഷമായിട്ട് അവരും ജീവിക്കുന്നു. പിന്നുള്ളത് നമ്മുടെ അഞ്ജു. അവരുടെ കല്യാണത്തിന്റെ ആദ്യത്തെ ആ വീഡിയോ കണ്ടാൽ മതിയല്ലോ, എത്ര നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നത്തില്ലേ? അവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ചിലർക്ക് ചിലർ അവരെ മാക്സിമം യൂസ് ചെയ്ത് അവരെ അബ്യൂസ് ചെയ്ത് അവരെ തളർത്തിയെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർക്കും സമ്മൺ ഈസ് വെയിറ്റിംഗ് ഫോർ ദം. അവരെ അതിനേക്കാളും 100 മടങ്ങ് അവരെ ഈ ഹാപ്പിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ അവർക്ക് കിട്ടി. ദാറ്റ് മീൻസ് സമ്മൺസ് ട്രാഷ് ഈസ് സംബഡീസ് ട്രഷർ. അതുപോലെ എനിക്കിപ്പോൾ പറയാനുള്ളത് ആരാന്നറിയാമോ? കരഞ്ഞോണ്ട് നടക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ എലിസബത്ത്. എനിക്ക് എലിസബത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. ബാലയുടെ സെക്കൻഡ് വൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എലിസബത്തിനോട് എനിക്ക് പറയാനുണ്ട് കേട്ടോ. ലീവ് ദം. അവരെ വിട്ട് കളഞ്ഞേക്ക്, എന്തെങ്കിലും ആയിക്കോട്ടെ. നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്രയും മനുഷ്യരൊക്കെ നമ്മുടെ ലോകത്ത് നിന്ന് കാണുന്നുണ്ടല്ലോ, നിങ്ങളെയും എല്ലാവരെയും കാണുന്നുണ്ട്. ഞാൻ എലിസബത്തിനെ ഫ്രം ദ ഫസ്റ്റ്, എനിക്കൊന്ന് എലിസബത്തിന്റെ ഫസ്റ്റ് വീഡിയോ മുതൽ ഞാൻ എലിസബത്തിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പം ഇപ്പം ആണെങ്കിൽ എലിസബത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി അങ്ങ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞിട്ടും കാര്യങ്ങളില്ല, പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളില്ല. ഗോ എഹെഡ് വിത്ത് യുവർ ലൈഫ്. അത് വിട്ടുകളഞ്ഞേക്ക്. സംബഡി ഈസ് വെയിറ്റിംഗ് ഫോർ യു. അതിനേക്കാളും നിന്നെ നന്നായിട്ട് എലിസബത്തിനെ നന്നായിട്ട് നോക്കാൻ കഴിവുള്ള, അതിനെക്കാട്ടിലും പൊന്നുപോലെ കൊണ്ട് നടക്കാൻ പറ്റുന്ന, ഈ വിഷമങ്ങളൊക്കെ മാറ്റിക്കളയാൻ പറ്റുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ട് വെച്ച് നിനക്കും. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് വൺ. അതിനെ ലീവ് ചെയ്യുക, അത് മാത്രം. ഇത് എങ്ങാനും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ എലിസബത്തിനെ. അപ്പം എങ്ങാനും കാണുന്നെങ്കിൽ ഇത് മാത്രമേ എനിക്ക് എലിസബത്തിനോടും പറയാനുള്ളൂ. അപ്പം ഇതൊക്കെ കാണുന്ന ഇങ്ങനത്തെ റിലേഷൻഷിപ്പിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എൻ്റെ ഒരു ചെറിയ ഉപദേശം കേട്ടോ. ഞാൻ ആരുമല്ല, ബട്ട് ചെറിയൊരു ഉപദേശം. സമ്മൺസ് ട്രാഷ് ഈസ് സംബഡീസ് ട്രഷർ. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കും. അത് നിങ്ങളെ കാത്തിരിക്കും, നിങ്ങൾക്ക് വേണ്ടി തേടി വന്നിരിക്കും. അപ്പോൾ പിന്നെ ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.